അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കുന്നു, പെട്രോൾ അടിക്കുന്നു, 4 വീലർ ഇടുന്നു, ഡിഫറൻഷ്യൽ ആക്ടിവേറ്റ് ആവുന്നു, 4 ടയറുകൾ തിരിയുന്നു, ഇഷ്ടമുള്ള പോലെ തിരിയുന്നു, നമ്മുടെ കമാൻഡിൽ തിരിയുന്നു. മറിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് റോളർ കേജുകളുണ്ട്, മഡ് ടെറൈൻ വീലുകളുണ്ട്, പിന്നെ ഓൾ ടെറൈൻ ടയർസ് ഉണ്ട്, സസ്പെൻഷൻ ഹൈറ്റ് കൂട്ടുന്നു, പറക്കുന്നു. ഈ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞ പോലെ ഇതിനിടയിലൂടെയാണ് നമ്മളിപ്പോൾ നിരത്തിലൊക്കെ പച്ച കളറുള്ള ബോർഡുള്ള വണ്ടികൾ കാണുന്നുണ്ട് ഇല്ലേ. ഞാൻ എപ്പോഴും സർപ്രൈസ് ആയിട്ട് നോക്കി കാണാറുണ്ട്. നമ്മൾ പ്രളയത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഓഫ് റോഡേഴ്സിനെ നമ്മൾ വി ഓൾവേസ് ഹാറ്റ്സ് ഓഫ് ടു ദം അല്ലേ. അവരെ എവിടെ എത്തി സഹായിച്ചു. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തമൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം ഗിവ് എ ബിഗ് ഹാൻഡ്. അത് നമ്മൾ സമ്മതിച്ചു തന്നെ പറ്റുള്ളൂ. മെജോറിറ്റി SUV-ലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കിലൊക്കെ എല്ലാത്തിലും 4 വീൽ ഉണ്ടെന്നുണ്ട്. ഒരുവിധം ഓട്ടോമാറ്റിക് ഒരു B ക്ലാസിൻ്റെ മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി എനിക്ക് തോന്നുന്നു ചില വണ്ടികളിൽ നമ്മൾ സെലക്ട് ചെയ്യേ വേണ്ട, നമ്മളത് ഓട്ടോയിൽ ഇട്ട് കൊടുത്താൽ ടെറൈനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വണ്ടി തന്നെ പ്രതികരിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെ IC എൻജിൻസിൻ്റെ ഈ കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ നടുവിലൂടെ പച്ച ബോർഡുള്ള വണ്ടികൾ കിടന്നു പോകാൻ തുടങ്ങി ഇല്ലേ. ആദ്യം സ്കൂട്ടറുകളായിരുന്നു, പിന്നെ ഇപ്പോൾ കാറുകൾ ഇറങ്ങി തുടങ്ങി. ആദ്യമൊക്കെ ഇറങ്ങിയത് 15 ലക്ഷം 17 ലക്ഷം രൂപയുടെ വണ്ടികളാണ്. ഇന്നെനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറത്ത് 2 പൂജ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിലും വില കൂടിയ വണ്ടികൾ 2 കോടിക്കപ്പുറം വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡും വേഗതയും BHP ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഓഫ് റോഡ് എന്ന് പറഞ്ഞത് സ്പീഡാണ്. ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് പാഷൻ അബൌട്ട് എ ടെക്നിക്കാണ്. ഇറ്റ്സ് എ സ്കിൽ അല്ലേ, അങ്ങനെയാണ്. പക്ഷേ കാറുകൾ എന്ന് പറയുന്നത് നമ്മളെന്നും കമ്പയർ ചെയ്തിട്ടുള്ളത് ഹോഴ്സ് പവേഴ്സിനെയാണ്. കുതിരയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് അല്ലേ, അങ്ങനെയാണ് ഹോഴ്സ് പവറിലേക്ക് വന്നത്. ഈ പച്ച ബോർഡുള്ള വണ്ടികളെ EV എന്ന് വിളിക്കുന്നു. ഇതിന്റെ മുമ്പുള്ള വണ്ടികളെ നമ്മൾ ആരും IC എഞ്ചിൻ എന്ന് വിളിച്ചിട്ടില്ല. പച്ച ബോർഡുകാരാണ് ഇതിന് IC എഞ്ചിൻ എന്നുള്ള കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. ഞാൻ വരെ അത് പറഞ്ഞു തുടങ്ങി. എനിക്ക് പണ്ട് അറിയില്ലായിരുന്നു എന്താണ് ഈ IC എന്നുള്ളത്. നമ്മൾ ഈ പച്ച ബോർഡ് കണ്ടു തുടങ്ങിയപ്പോൾ പച്ച ബോർഡുകാർ പറഞ്ഞു തുടങ്ങി IC എഞ്ചിൻ. ഇവിടെ ഇവരൊക്കെ സംസാരിക്കുന്നത് വേഗതയാണ്. ഇവരെല്ലാം 0 to 100 ഇത്ര സെക്കൻഡ് കൊണ്ട് എത്തും എന്നുള്ളത്. എന്നാൽ ഇതിലടിക്കുന്നത് കറണ്ടാണ്, ഫ്യൂവൽ അല്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത് നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഏതൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഏതോ ഒരു EV എടുത്ത് കേരളം വിട്ട് പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എനിക്കറിയേണ്ടത് ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റിക് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇന്ന വണ്ടി ഇതൊന്നുമില്ല, എല്ലാ വണ്ടിയും എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഈ നാടിൻ്റെ നടുവിലൂടെ ഓടുന്ന പച്ച ബോർഡിനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? എനിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓടിക്കുക, പല ടെക്നോളജിയെ നമുക്ക് കണ്ണടച്ച് തന്നിട്ട് കാര്യമില്ല. അക്സെപ്റ്റ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യാൻ അതിനോട് ഞാൻ ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കുന്ന ഒരാളാണ്. ബട്ട് ഞാൻ പേഴ്സണലി എങ്ങനെ നോക്കിക്കാണുന്നു വെച്ചാൽ, ഇപ്പോൾ അയോണിക് ആണ് ഞാൻ ഓടിച്ചത്, മൈസൂർ ഉണ്ടായി. ബ്യൂട്ടിഫുൾ ആയിരുന്നു, എക്സ്പീരിയൻസ് വാസ് ഗ്രേറ്റ്. പിന്നെ വരുന്നത് ഒരു ചോദ്യം എന്ന് വെച്ചാൽ അത് പേഴ്സണൽ ചോയ്സ് ആണ്. വുഡ് ഐ ഡ്രൈവ് ഇറ്റ് അല്ലെങ്കിൽ വുഡ് ഐ ഡ്രൈവ് an EV എവറി ഡേ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് സ്റ്റിൽ ദേർ യെറ്റ്. അപ്പോൾ അങ്ങനെ ചോയ്സ് എടുക്കുന്നവരും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഓഫ് റോഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലബിലൊരു 5-6 പേർക്കൊക്കെ EV വണ്ടികളുണ്ട്. ബിക്കോസ് അവർക്ക് ഒരുപാട് റെഗുലർ യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് ഈ വണ്ടി ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യണം എന്നുള്ളത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ നീഡ്സിനെ വെച്ചിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ നമ്മൾ പേഴ്സണലി എടുക്കരുത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അയോണിക് ഓടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് ഒക്കെ വന്നത്, എന്താണ് എന്തിനാ ഓടിക്കുന്നത്, വൈ ആർ യു ഗോയിങ് ഫോർ an EV, പ്ലീസ് ഡോണ്ട് ഗോ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല EV-യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറേ മെസ്സേജസ് ഒക്കെ എനിക്ക് പേഴ്സണലി ഒക്കെ വന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു വളരെ പേഴ്സണലായിട്ട് എടുക്കും വണ്ടിയുടെ കേസൊക്കെ എല്ലാവരും വളരെ പേഴ്സണലായിട്ട്. ഇപ്പോൾ Thar വേഴ്സസ് ജിംനി എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് കണ്ടിട്ടില്ലേ, അടിയാണ്. വെൻ യു ആർ റിയലി ഇൻ ടു ഇറ്റ്, നമുക്ക് കുറച്ചൊരു ഇതിനോടൊരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനോട് ഒരു പക്ഷത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. 2 വണ്ടിക്കും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എവിടെ വർക്ക് ചെയ്യണം, എന്തിന് വർക്ക് ചെയ്യണം, ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചാണ് ഓരോരുത്തർ എടുക്കുന്നത്. പ്രിഫറൻസ് ഓബ്വിയസ്ലി എൻ്റെ ഇതായിരിക്കും ഡീസൽ എഞ്ചിനും. എൻ്റെ പ്രിഫറൻസ് ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കുള്ളൂ. ബട്ട് ഐ ആം ഓപ്പൺ ടു ന്യൂ ടെക്നോളജി, ന്യൂ എക്സ്പീരിയൻസസ്. ഇപ്പോൾ ഡിഫൻഡർ 110 ഓടിച്ചപ്പോൾ പക്ക ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് നമ്മൾ പോയത്, ഉർമിക്കര കയറി. അപ്പോൾ നല്ല ഓഫ് റോഡ് ആയിരുന്നു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ഡ്രൈവ് ആയിരുന്നു ഡിഫൻഡറിൻ്റെ. ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഹിൽ ഡിസെൻറ്റ് ഒക്കെ ക്രേസിയാണ്. ഇറ്റ്സ് അമേസിങ്. ഐ വാസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ്, ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ചില കേസസിൽ നമ്മൾ സ്റ്റിയറിംഗ് പോലും മെനുവർ ചെയ്യേണ്ട, പക്ഷെ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്താൽ അത് പൊക്കോളും. ബ്രേക്ക് ഇടണ്ട, ആക്സിലേറ്റർ കൊടുക്കണ്ട, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സസ്പെൻഷൻ വരെ എല്ലാം ഇറ്റ് ഇസ് ഓൾ സെറ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ഏറ്റവും കൂടുതൽ ഹേറ്റ് കമൻറ്റ്സ് എനിക്ക് അതിലാണ് വന്നത്. ബിക്കോസ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, പിന്നെ എന്തിനാ ഓഫ് റോഡിങ് പോയേ. സോ ദാറ്റ്സ് അനദർ കാറ്റഗറി. അങ്ങനെ ഒഫൻഡഡ് ആവുന്ന ഒരു കാറ്റഗറി തന്നെയുണ്ട്. ഐ എം നോട്ട് അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ്. ചില വീട്ടിലെ ചില അച്ഛന്മാരുണ്ട്, അമ്മ എന്ത് ചെയ്താലും ശരിയല്ല,
അച്ഛൻ തന്നെ ചെയ്യണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാർ. അങ്ങനത്തെ ഒരു ജനവിഭാഗം നമ്മൾ ഏത് പ്രൊഫഷൻ എടുത്താലും ഏതൊരു സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഈ EV ഈ അയോണിക് എന്ന് പറയുന്ന ഹുണ്ടായുടെ ബെസ്റ്റ് കാർസ് ഐ ബിലീവ്. ഇതെടുത്ത് മൈസൂർ വരെയാണ്. ഏത് റൂട്ടിലൂടെ പോയേ? നിലമ്പൂർ ബന്ദിപ്പൂർ. അപ്പോൾ വഴിക്കടവ് ചെന്നു, നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർ കയറി, ഗൂഡല്ലൂരിൽ നിന്ന് ബന്ദിപ്പൂർ പോയി, ബന്ദിപ്പൂരിൽ നിന്ന് മൈസൂർ പോയി. അപ്പോൾ എവിടുന്ന് അവസാനം ചാർജ് ചെയ്തേ? നിലമ്പൂരിൽ നിന്ന്. ആക്ച്വലി വൺ ഗോയിൽ പോയേനെ, മൈസൂർ വരെ എത്തേണ്ടതായിരുന്നു. നല്ല റേഞ്ചുള്ള വണ്ടിയാണ്. ബട്ട് അഗൈൻ നമുക്ക് വി ആർ നോട്ട് യൂസ് ടു ഇറ്റ്. നമ്മൾ ഈ ബന്ദിപ്പൂർ കയറാൻ പോകുന്നു, വാട്ട് ഇഫ് ലൈക്ക് എന്താണ്, നമുക്ക് ഒരു പാനിക് വരുമല്ലോ, നമുക്ക് ചാർജ് തീർന്നു പോലെ. ദിസ് ഇസ് മൈ ഫസ്റ്റ് EV എക്സ്പീരിയൻസ്. ഐ ഡോണ്ട് ഡ്രൈവ് EVs. അങ്ങനെ ഞാൻ ഒരു ഇതിൽ ചെയ്യുന്ന ഒരാളല്ല. ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ടാണ്. വൈ വി എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ എന്നാലൊരു മനസ്സിലൊരു പാനിക് ഉണ്ടായിരുന്നു. അയ്യോ തീർന്നു പോയാൽ എന്ത് ചെയ്യും? ഒരു ജെറിക്കാനിൽ വെക്കാം. നമ്മള് ഓഫ് റോഡേഴ്സ് പോകുന്ന വെച്ചാൽ വളരെ അൺപ്ലാൻ ട്രിപ്പായിട്ടാണ് പോകുന്നത്. നമുക്ക് പ്ലാൻ ഇല്ല. നമുക്ക് ഡയറക്ഷൻ അറിയായിരിക്കും. നമ്മൾ ചിലപ്പോൾ വാഗമണോ വട്ടവട എവിടെയെങ്കിലും നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെ അൺപ്ലാൻഡ് ട്രിപ്പിലോ അത് ആസ്വദിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പാനിക്കാണ്. തീർന്നു എന്ത് ചെയ്യും എന്നുള്ളൊരു ചാർജ് ആങ്സൈറ്റി. ഡെഫിനറ്റ്ലി. അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ നിർത്തി, വേണം വെച്ച് നിർത്തി, ഒരു ബ്രേക്ക് എടുത്തു, ചാർജ് ചെയ്തു, പോയി. തിരിച്ചു വരുമ്പോൾ നമ്മൾ മൈസൂരിലൊന്ന് കറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ചോദ്യമാണ്. ഒരു എഞ്ചിനീയറിംഗ് ഒന്നും ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യല്ല. ഒരു എഞ്ചിനാണോ ഒരു മോട്ടറാണോ ഏറ്റവും കൂടുതൽ പവർഫുൾ? വാട്ട് യു റെക്കൺ? സി മോട്ടർ ഐ അണ്ടർസ്റ്റാൻഡ്. ഇത് ഇൻസ്റ്റന്റ് എനർജി പോയി. ഇൻസ്റ്റന്റ്ലി ഐ ഗോട്ട് ദാറ്റ് ഹിറ്റ്. എനിക്ക് ആ ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് I felt like എന്തോ റോളർ കോസ്റ്ററിലൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. Flying a flight. Yeah, because it instantly torque, engine torque അങ്ങനെ വരത്തില്ല. No, it's a lot of tractions has to happen to reach the power into the end. But again, I definitely enjoy that control over my വണ്ടി. Okay. മനസ്സിലായില്ലേ? ആ ഒരു ടോക്ക് കൺട്രോൾ എനിക്കറിയാം. ഞാനത് റോഡിൽ ഓടിക്കുമ്പോഴും ഈവൻ ഓഫ് റോഡ് ഓടിക്കുമ്പോഴും എനിക്ക് ആ കൺട്രോൾ വേണം എന്നുള്ളൊരു അതാണ്. because I'm used to it. Yeah, that's the same thing. When you are talking about നമ്മൾ റോഡുകളിൽ പ്രവൃത്തി പരിചയമുള്ള പലതും നമ്മൾ ഓഫ് റോഡ് ഇറങ്ങുമ്പോൾ നമ്മൾ മറക്കണമെന്ന് പറഞ്ഞ പോലെ there is a certain culture and a learning curve has to be developed to use an EV. ഇൻഡിപെൻഡന്റ് വീലുകളിലേക്ക് പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാസീവ് പവർ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. നമ്മൾ 4 വീലിൽ ഇട്ടിട്ട് ഈ സാധനം ഒന്ന് കയറ്റാൻ വേണ്ടി എടുത്ത് ടോർക്ക് എടുത്ത് RPM റേസ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു സാധനം പണ്ട് നമ്മൾ ചെറിയ പ്ലെയിനൊക്കെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു ഇല്ലേ? അപ്പോൾ കൈകൊണ്ട് എറിയും, അത് പറത്തും, ചിലത് കറങ്ങി വരും, ചിലത് വല്ലവൻ്റെ പറമ്പിൽ പോകും അല്ലേ? പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ബുദ്ധിയായി. റബ്ബർ ബാൻഡ് അതിൽ ഘടിപ്പിച്ച് റബ്ബർ ബാൻഡിലൂടെ വിടുന്നൊരു പ്ലെയിൻ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ഇല്ലേ? പെട്ടെന്ന് പറക്കുന്നത് ഇങ്ങനെ കേബിൾറ്റ് പോലെയൊക്കെ വെച്ചിട്ട് കൈകൊണ്ട് പുഷ് ചെയ്യുന്നൊരു പവറിനെ വേറൊരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് പുഷ് ചെയ്യുന്ന പോലെയാണ് EVs റിയാക്ട് ചെയ്യുന്നത്. ബിലീവ് ഇൻ ദ ഫസ്റ്റ് പ്ലേസസ് ഐ ബിലീവ് ഇറ്റ്സ് എൻ അൺകൺട്രോൾഡ് പവർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വൺസ് യു ഗെറ്റ് യൂസ് ടു ഇറ്റ് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് പിന്നെ IC എഞ്ചിനിൽ കയറിയിരിക്കാൻ പറ്റില്ല. ഓഫ് റോഡ് അല്ല ഞാൻ ആവശ്യം പറഞ്ഞത്. ഓഫ് റോഡ് ഈസ് എ ഡിഫറെൻറ്റ് മാനറിസം. ഓക്കെ, ആ ഒരു ലേഡി ആ ഓഫ് റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുക എന്നുള്ളത് യു ഹാവ് ടു എൻജോയ് ആൻഡ് സ്ട്രഗിൾ ദ ലേഡി, ഷി വിൽ ഗിവ് ദ ഔട്ട്പുട്ട്. ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ നമ്മൾ ഈ EV ഉപയോഗിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ് നമ്മൾ IC എഞ്ചിനിലോട്ട് കയറിയിരുന്ന് റോഡിലോട്ട് പിന്നെയും ഓടിക്കുമ്പോൾ ജസ്റ്റ് എൻ എക്സാമ്പിൾ ടുഡേ ഇന്ന് രാവിലെ ഞാൻ ഉപയോഗിച്ചത് F ടൈപ്പ് എന്ന് പറയുന്ന ജാഗോറിൻ്റെ 2-സീറ്ററാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചത് എൻ്റെ BYD എന്ന് പറയുന്ന സീലാണ്. ഓക്കെ, പവർ വൈസ് യെസ് ജാഗോർ ഈസ് പവർഫുൾ, ഇറ്റ്സ് എ 2-സീറ്റർ, ബട്ട് മോർ പവർഫുൾ ഇസ് സീൽ. ഓക്കെ, 3.4 സെക്കൻഡ്സ് ഒക്കെയാണ് സീറോയിലേക്ക്. 2 മോട്ടോഴ്സ് ആൻഡ് ഓൾ ഇൻഡിപെൻഡൻറ്റ്. രാവിലെ ഞാൻ ഏകദേശം ഒരു 4 കിലോമീറ്റർ ഈ IC എഞ്ചിൻ ഓടിച്ച് വന്ന് ആദ്യം ഓടിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഞാനത് ഓടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയി ആ പെട്രോൾ എഞ്ചിൻ കൊണ്ടുപോയിട്ട് തിരിച്ച് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇതിന് വരണമെന്ന് ചാടി കയറിയിരുന്നപ്പോൾ EV ഉപയോഗിച്ചപ്പോൾ ഞാൻ അതിനെ കെയർ ചെയ്യുന്ന പോലുമില്ല. I'm least bothered. The two way I look into it. If you are passionate about driving, okay, IC engines are very good, right? That trip has to be passionate. Not every day is passionate for driving. എല്ലാ ദിവസവും രാവിലെ ചായ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വണ്ടി ഓടിക്കാനുള്ള പാഷൻ കൊണ്ടല്ല. ഇന്നത്തെ 99% ആൾക്കാർ, പ്രത്യേകിച്ച് കൊച്ചു പോലത്തെ ഒരു നഗരത്ത് ഇവിടെ എന്ത് പാഷൻ കാണിക്കാൻ പറ്റും? ഇവിടെ കാണിക്കുന്ന പാഷൻ ഉപയോഗിക്കുന്ന 2 വീലേഴ്സും ഓട്ടോറിക്ഷക്കാരുമാണ്. നമ്മൾ ട്രാക്കിലാണ് ഓടിക്കുന്നത് അല്ലേ? പിന്നെ എന്ന് പറയുന്നത് പാഷനേറ്റഡ് അബൌട്ട് ഡ്രൈവിംഗ്. ലൈക്ക് 2 days ബിഫോർ ഇറ്റ് വാസ് എ ഹോളിഡേ അല്ലേ? നമ്മുടെ പൂജ ഹോളിഡേയ്സ് ഒക്കെ നമ്മൾ ആ സമയം ഇവിടുന്ന് വാഗമണ്ണോ
3 എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വി ആർ പാഷനേറ്റ് അബൌട്ട് ഡ്രൈവിംഗ്. ഈ 2 ആസ്പെക്റ്റിലാണ് ഞാൻ ഇതിനെ നോക്കി കാണുന്നത്. അത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇനി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയണം. ഡെയിലി യൂസിന് നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വണ്ടി എന്ന് പറയുന്ന ഒരു ഘടകം ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദ ലൈഫ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ഫോർ എ ടൂൾ ടു ട്രാവൽ ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി എന്നുള്ളത് ഉദ്ദേശിക്കുകയാണെങ്കിൽ EV is the best എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറയും. ഇറ്റ്സ് ഗിവ്സ് മീ എ വെരി ലെസ് ഹെഡേക്ക് ആൻഡ് ഗിവ്സ് മീ എ ഹൈ കംഫർട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഒരു വാർത്താനം പറഞ്ഞു, നമ്മളൊരു സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞല്ലോ, ഫിസിക്കൽ എന്താ പറയുക, കുറേ എഫേർട്ട് എനിക്ക് ആ ഒരു ഡ്രൈവിൽ എടുക്കേണ്ടി വന്നു 4 വീലർ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC എൻജിൻസിനെ വെച്ച് കവർ ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ മാറ്റി നിർത്താം, വേഗതയെ മാറ്റി നിർത്താം. ഞാൻ നോക്കിക്കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് എന്ന് പറയുന്ന ലെവൽ ഇസ് ടു ഹൈ. മറ്റേത് ജീപ്പിനെ കുറിച്ചൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, നമ്മൾ ആ ഒരു ഡിബേറ്റിനല്ല. പക്ഷേ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നതും അരി കുത്തുന്ന ഒരു മിഷൻ്റെ ഉള്ളിൽ നമ്മളെ ഇടുന്നതും ഏകദേശം ഒരുപോലെ. ഐ യൂസ് ടു ഡ്രൈവ് എ ഡുക്കാട്ടി. ഇറ്റ്സ് എ V12 എഞ്ചിൻ. ഓൾറൈറ്റ്. ഈ സാധനം ഞാൻ ആദ്യം കാശ് കൊടുത്ത് 10-28 ലക്ഷം രൂപയ്ക്ക് മേടിച്ചപ്പോൾ കുറേ കാലം ബൈക്ക് ഓടിക്കാറില്ല. ഇത് മേടിച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കയറിയത് ഒരു 2 കിലോമീറ്റർ ഓടിച്ചപ്പോൾ വിചാരിച്ചു വളരെ മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ വിചാരിച്ചു തുടക്കത്തിൽ. ബിക്കോസ് ഇറ്റ്സ് വൈബ്രേറ്റ്സ് ഓൺ എവറി പാർട്ട് ഓഫ് ദ ബോഡി. അതായത് നമ്മൾ വല്ല സുഖചികിത്സയ്ക്ക് പോയി തിരിച്ചു വരുന്ന പോലെയാണ് കളരി കഴിഞ്ഞിട്ട്. പിന്നെ ഇത് ഒന്ന് യൂസ് ടു ആയപ്പോൾ ദെൻ ഐ സ്റ്റാർട്ട് ലവിങ് ദ ബൈക്ക് അല്ലേ. പക്ഷെ നോട്ട് ഫോർ എ റെഗുലർ യൂസ്. അപ്പോൾ ഈ IC എഞ്ചിനിൽ നിന്ന് ഫസ്റ്റ് കാണുന്ന ഒരു ചേഞ്ച്, യെസ്, റിഫൈൻഡ് എഞ്ചിൻസ് ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഒരു ഷോക്ക് ആയാലും ഒരു ബുഷ് ആയാലും ഇതിൻ്റെ ഒരു റെസ്പോൺസ് ആയാലും EVs gives you more comfort എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി പറയുന്നതും മനസ്സിലാക്കുന്നത്. കാരണം ഞാനിത് മാറി മാറി ഉപയോഗിക്കും. ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യുവർ മൗത്ത്. നിങ്ങൾ EV ഓടിച്ചു, 4 വീലേഴ്സ് ഓടിക്കുന്നു, ഓഫ് റോഡ് ഓടിക്കുന്നു, അതേപോലെ ഥാർ എന്ന് പറയുന്ന വണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിച്ച് നടക്കുന്നു ദിനം പ്രതി. Is this particular comfort is going to change people's mind or not? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ യു ഓൾറെഡി സെഡ്. അതായത് A to B എത്തണം എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അതിന് ഞാൻ തെറ്റായി പറയുന്നില്ല. അതായത് എനിക്ക് എൻ്റെ കമ്മ്യൂട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് എൻ്റെ വണ്ടി എന്ന് കാണുന്ന ആൾക്കാർക്ക് യെസ്. ബട്ട് ഐ എം വെരി മച്ച് പാഷനേറ്റ്. ഐ എം കണക്റ്റഡ് ടു മൈ വെഹിക്കിൾ ലൈക്ക് ക്രേസി ഓൺ എ പേഴ്സണൽ ലെവൽ. അപ്പം എന്ത് പറ്റുന്നത് വെച്ചാൽ അതിൽ ഈ പറയുന്ന പാഷൻ ഓൾസോ കംസ് ഡെയിലി. ഇപ്പം ഞാൻ വെറുതെ പറയണ ഇപ്പോൾ ഈ പറഞ്ഞ ട്രാഫിക്കിലും ശരിയാണ്, ഈ പ്രാക്ടിക്കലി ഇപ്പം അതും അഗൈൻ ഈ പറയുന്ന പേഴ്സണൽ ചോയ്സിൻ്റെ ഒരു ഭാഗമാണ്. വാട്ട് മേക്സ് യു ഫീൽ ഹാപ്പി, അല്ലെങ്കിൽ വാട്ട് മേക്സ് യു സ്മൈൽ. ആ ഒരു ഇപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ കാറിൽ കയറി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് അല്ലെ, ഐ ഓൾസോ ഹാവ് എൻ ഈഗ്നസ് അറ്റ് ഹോം. അപ്പോൾ നമ്മൾ ചെറിയ ട്രിപ്സിനെക്കാളും പോകാറുമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. സോ ഐ എം നോട്ട് സെയിങ് ഐ എം ബ്ലൈൻഡ് ടുവേർഡ്സ് അങ്ങനത്തെ ഇതോ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ബട്ട് ഐ എം സെയിങ് എനിക്ക് എത്ര ട്രാഫിക്കിലാണെങ്കിലും എത്ര ഇതിലാണെങ്കിലും, ഈവൻ ഇഫ് ഐ എം ഹാവിങ് എ ബാഡ് ഡേ അറ്റ് ഓഫീസ്, വെൻ ഐ കം ബാക്ക് and sit inside my Jeep, inside my Thar, I feel really good. Okay. So you are so connected to the vehicle. I am totally connected. അത് അങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. There is a small debate on my part. Okay. So yes, you loved your vehicle, you are connected to your vehicle. പക്ഷെ ഞാൻ കാണുന്ന ഒരു കൂട്ടം ജനവിഭാഗങ്ങൾ ഈ ഉയരം കൂടിയ വണ്ടിയിലിരിക്കുമ്പോൾ താഴത്തേക്ക് നോക്കി തോന്നുന്ന, മറ്റുള്ളവനോട് തോന്നുന്ന പുച്ഛത്തിനാണ് പലവരും. യെസ്, ഐ ഫീൽ സംതിങ് ലൈക്ക് പീപ്പിൾ മോഡിഫൈ ദ വെഹിക്കിൾ ബട്ട് ദേ ഡോണ്ട് യൂസ് ഇൻ ഓഫ് റോഡ്. ഓഫ് റോഡിനല്ലാതെ വൈ ദ പീപ്പിൾ ആർ മോഡിഫൈങ് ദ വെഹിക്കിൾ? ഇപ്പം അങ്ങനെയാണെങ്കിൽ ഓഫ് റോഡ് വണ്ടി മാത്രമല്ലല്ലോ മോഡിഫൈ ചെയ്യുന്നത്. അല്ല, മോഡിഫിക്കേഷൻ ഇൻ ദ സെൻസ് ഓഫ് ഹൈറ്റിൽ വരുന്ന മാറ്റങ്ങൾ, എക്സ്റ്റേണലായി കാണിക്കുന്ന കുറേ ലൈറ്റുകൾ. ഹാവ് യു സീൻ ചില ആൾക്കാർ നല്ല നല്ല ടേസ്റ്റ്ഫുള്ളി എന്താണ് സ്വിഫ്റ്റും ബലേനോവും ലാൻസറും ഒക്കെ പണ്ടത്തെ വണ്ടികളൊക്കെ എടുത്ത് റീവർക്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈവൻ 800 ഡോൾഫിൻ അങ്ങനത്തെ വണ്ടികളൊക്കെ എന്താ പറയുക പുതിയ വണ്ടി പോലെ കൊണ്ടു നടക്കുന്നവരുണ്ട്, അതിനെ മോഡിഫൈ ചെയ്ത് വേറെ രീതിയിലാക്കുന്നവരുണ്ട്. അതൊക്കെ ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു എ പേഴ്സണൽ പ്രിഫറൻസസ് വാട്ട് ഐ ഫീൽ. ഒരിക്കലും പക്ഷെ ഉപയോഗിക്കാത്തൊരു സാധനത്തിന് നേരത്തെ ഐഫോണിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഓഫ് റോഡ് പോലും ഉപയോഗിക്കാൻ പറ്റാണ്ട് ഓൾഡ് മാൻ എമൂവിന്റെ സസ്പെൻഷൻ ഓസ്ട്രേലിയയിൽ നിന്ന് 2.5 ലക്ഷത്തിന് കൊണ്ടുവന്നിരുന്നില്ല. എന്തർത്ഥമുള്ളത്? അതിലും നല്ലത് ഓട്ടോറിക്ഷയുടെ 4 ബുഷ് ഇട്ട് പൊക്കം കൂട്ടല്ലേ. അത് പേഴ്സണലി ഞങ്ങളും പറയാറുണ്ട്. ഇപ്പൊ 4x4 ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് യൂസ് ഇറ്റ്. അതൊരിക്കലും, കാരണം നമ്മൾ ആ 4x4 യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങളും നമ്മൾ വിചാരിക്കാത്ത വ്യൂസിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്ന വണ്ടിയാണ് നമുക്ക് ഓടിക്കാൻ അറിയാമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റ്ലി ഉള്ളൊരു സാധനത്തിനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയും. അതിന് അറ്റ്ലീസ്റ്റ് സം ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി once you have a connection between a vehicle, at least use it for a while and take that pleasure. ഒരു എൻജോയ്മെന്റ് അല്ലേ നമ്മൾ വണ്ടിയും യൂസ് ചെയ്യാതിരിക്കില്ല. ഐ ഹാവ് എ
ടൊയോട്ട 4Runner എന്ന് പറഞ്ഞിട്ട് 95 മോഡൽ ഒരു വണ്ടിയുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ 4x4. നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഞാൻ വളരെ ക്രൂഷ്യലായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇറ്റ്സ് ബിറ്റ് ടെക്നിക്കൽ. നിങ്ങൾ പല ഓഫ് റോഡുകളിലും നിങ്ങൾ 4 വീൽ ഇട്ടിട്ട് ഡിഫറൻഷ്യലും അതിൽ പല ടൈപ്പ് 4 വീലേഴ്സ് ഉണ്ട് അല്ലേ? ഇപ്പോൾ അങ്ങനെ ഓടിക്കുന്ന എവിടെയെങ്കിലും നിങ്ങൾക്ക് പല സാഹചര്യത്തിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കുറച്ചുകൂടി എനിക്ക് പവർ ഉണ്ടെങ്കിൽ ഞാനിത് കയറിപ്പോയേനെ എന്ന് തോന്നിയ സാഹചര്യങ്ങളില്ലേ? കുറച്ചുകൂടി പവർ ഉണ്ടെങ്കിൽ ഞാനിതൊന്നൊന്ന് രക്ഷപ്പെട്ട് അടുത്തേക്കൊന്ന് കയറിപ്പോയേനെ. അങ്ങനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ ഭാവിയിൽ ഇതിന് കുറച്ചുകൂടി പവർ തരാൻ ഒരു ബാറ്ററി പാക്കും ഒരു മോട്ടറും കൂടി വരാനുള്ള സാധ്യതയുണ്ടോ? മേ ബി ഹൈബ്രിഡ്, എന്തെങ്കിലും ഒരു ഹൈബ്രിഡ് ഒക്കെ വരാണെങ്കിൽ വിൽ ബി ഹാപ്പി. സി ഇതിലൊന്നും നമ്മൾ, ഞാൻ ഒരിക്കലും ടെക്നോളജിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് അങ്ങനെ ഒരു ഇതില്ലാത്ത കണ്ണടച്ച് നിൽക്കുന്ന ഒരാളേ അല്ല, ഒട്ടുമല്ല. ഹൈബ്രിഡ് മോഡൽസ് വരികയാണെങ്കിൽ വരട്ടെ. ഞാൻ ചോദിക്കട്ടെ, തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഓഫ് റോഡ് കമ്മ്യൂണിറ്റി തന്നെ നമ്മൾ ആകെ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അതും വളരെ ചുരുക്കം സമയങ്ങളിൽ നമ്മൾ ആ എൻഡ് പോയിന്റ് നമുക്കറിയാം. നമ്മൾ ആ സ്പോട്ടിൽ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്, ലോക്കൽസായിട്ട് സംസാരിച്ചിട്ട് അവരുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ജെറിക്കാനിൽ നമ്മുടെ സാധനം. അപ്പോൾ വി ആർ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ അൺപ്ലാൻഡ് ആയിട്ട് റോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. അതിൽ നമുക്ക് ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല, സത്യം വരും. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഐ ഡോണ്ട് തിങ്ക് ഒരു എന്റെ ചാർജ് തീർന്നു പോവോ അല്ലെങ്കിൽ എന്റെ എവിടെ ചാർജ് ചെയ്യും ആൻഡ് ദാറ്റ് ഈസ് ഫോഴ്സിങ് മീ ടു ടേക്ക് ഒരു 40 minutes ഒരു 1 hour ബ്രേക്ക്. വൈ വുഡ് ഐ ടേക്ക് ദാറ്റ്? നടക്കുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, ഞാൻ ചെറുതെന്നല്ല പറഞ്ഞ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റി. അപ്പൊ അവരെ പിടിച്ചു കെട്ടി പ്ലാൻ ചെയ്ത്, ഇതിപ്പം ഒരു EV ആയിട്ട് പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ ഡിസിപ്ലിൻ ആൻഡ് പ്ലാൻ, both things has to be there. ആ ഡിസിപ്ലിൻ നമുക്കില്ല. ഉണ്ടാവില്ല. It is backpackers-നെ പോലെ keep on traveling. നമ്മൾ എവിടെ കിടക്കുന്ന എവിടെ ഇരിക്കുന്ന നമുക്കറിയില്ല. ആ ഫ്രീഡത്തിലാണ് നമുക്കൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ഓൺ ദ ഗോ വിൽ ജസ്റ്റ് ഈറ്റ് സംതിങ്, ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ ഒരു എൻ്റെ ചാർജിങ് പോയിന്റ് നോക്കി അതിന് എനിക്ക് വിശന്നില്ലെങ്കിലും ഐ ആം ഫോഴ്സ്ഡ് ടു ടേക്ക് എ ബ്രേക്ക്. ലൈക്ക് പക്ഷെ വിശക്കുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പൊ ചാർജസ് എല്ലാം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചാർജ്. കഴിഞ്ഞ പ്രാവശ്യം പറയട്ടെ എന്താ പറ്റിയത്? കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂർ നിങ്ങൾക്ക് 2 ചാർജിങ് സ്ലോട്ട്സ് ഇല്ലേ? നിങ്ങൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2 ചാർജിങ് സ്ലോട്ട്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ വി വെന്റ് ദേർ. അങ്ങോട്ട് പോകുമ്പോൾ അവിടെയാണ് ചെയ്തത്. തിരിച്ചു വരുമ്പോൾ അത് അവൈലബിൾ അല്ലായിരുന്നു. കാരണം കറണ്ട് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അത് KSEB ആണ് തരുന്നത്. കേക്ക് അവൈലബിൾ അല്ലായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു. ഓക്കെ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ വേറൊരു സ്ഥലം തപ്പി പിടിച്ച് പോയി, അവിടെ കിട്ടി. ഐ ആം സേയിങ് അഗൈൻ ദിസ് ഈസ് എ പ്രോബ്ലം. അല്ല, പ്രോബ്ലം മാത്രമല്ല, വിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ആപ്പിൽ നോക്കിയാൽ അറിയാം അവൈലബിൾ ആണോ, വണ്ടി ഉണ്ടോ, ചാർജിങ് എല്ലാം ഉണ്ട്. ഐ ആം അപ്രീഷിയേറ്റിംഗ് ദാറ്റ് ഫാക്ട്, അതില്ലാന്നല്ല. ബട്ട് അവിടെ എത്തിയിട്ട് പിന്നെ ഉണ്ടായിരുന്ന ആ ഒരു ചാർജിങ് പോയിന്റിന്റെ അവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. ദീസ് ആർ ഓൾ വൺസ് ഇൻ എ വൈൽ. ഇപ്പൊ ഈ പറഞ്ഞ ഇതൊരു ദിസ് വാസ് എൻ എക്സ്പീരിയൻസ് ഡ്രൈവ് ഫോർ മീ ആൻഡ് വി ലവ്ഡ് ഇറ്റ്, എവറി ബിറ്റ് ഓഫ് ഇറ്റ്. ബട്ട് ഡു ഐ വാണ്ട് ദാറ്റ്? ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ നോർമലി ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഡു ഐ വാണ്ട് ദാറ്റ്? ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഇപ്പോൾ ഞാൻ നാളെ ട്രെക്കിന് പോവാ. I am going to Agasthyarpuram tomorrow. Okay. So and from there you are trekking as well? Yes, I'm going to walk. Agasthyarpuram പിന്നെ ഇതില്ല, വണ്ടിയൊന്നും കയറ്റില്ല. ബോണക്കാട് വരെ നമുക്ക് വണ്ടി പോകുള്ളൂ. അപ്പോൾ അവിടെയാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ പൊന്മുടിയിലാണ് താമസിക്കുന്നത്. പൊന്മുടി ടു ബോണക്കാട് അവിടെ ചാർജിങ് പോയിന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് വാണ്ട് ടു വറി അബൌട്ട് ഓൾ ദാറ്റ്. മനസ്സിലായി? ഇപ്പോൾ ആ വരികളെ മാറ്റാനായിട്ട് റൂട്ട് മാപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യു നോ വേർ ദ ചാർജേഴ്സ് ആർ കമ്മിങ് നൗ. മോർ 100+ ചാർജേഴ്സ് ആർ കമ്മിങ് ഇൻ കേരള. സോ ഇൻ ഷോർട്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷനിൽ വ്യക്തികൾ തീരുമാനിക്കണം, ചളിയിലും പർവ്വതനിരകളുടെ ഇടയിലും പെട്ടുകിടക്കുന്ന 4 വീലിന് അടുത്തൊരു ബൂസ്റ്റ് കിട്ടാൻ ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ വേണമോ, അതോ ഡിസിപ്ലിൻ ഇല്ലാതെ അല്ലെങ്കിൽ പ്രീ പ്ലാൻ ഇല്ലാതെ, ഐ എം നോട്ട് യൂസിങ് ഡിസിപ്ലിൻ വേർഡ്, പ്രീ പ്ലാൻ ഇല്ലാതെ ഫ്രീ ബേർഡായി ട്രാവൽ ചെയ്യാനായിട്ട് 4 വീലർ വേണമോ അല്ലെങ്കിൽ ഒരു IC എഞ്ചിൻ വേണമോ? ഐ ഡോണ്ട് മൈൻഡ് ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് എനിക്ക് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. No, I'm just saying personally as a conclusion, powerful വേണമെങ്കിൽ we know electrical motors has to be there to push the vehicle. But at the same time, as a free bird without any planning, if you want to travel across the world, still we are dependent on an IC. But coming future, sufficient charging stations has to be developed. Range anxiety has to be removed. അല്ലേ? അതേപോലെ ബെറ്റർ റേഞ്ചുള്ള വണ്ടികൾ വരണം. ഈ ചാർജിങ് സ്റ്റേഷൻ അല്ലാതെ there should be another kind of technology like a power bank. Correct. Should be there. Like you are using a jerry can means a power bank. Where we can carry it. It's not far away. It's all happening in China. Good.
സോ ഇത് ഈ രീതിയിലുള്ള മാറ്റങ്ങളാണ് എപ്പോഴും ഒരു ICA സ്നേഹിക്കുന്ന സ്നേഹം എന്നും ഒരാളോട് തന്നെയായിരിക്കും, അല്ലാണ്ട് 10 പേരോടായിരിക്കില്ല. പക്ഷേ ഇൻ പ്രാക്ടിക്കാലിറ്റിയിൽ വിച്ച് യു ഹാവ് ടു അഡോപ്റ്റ് ഇറ്റ്. ലൈക്ക് എനിക്ക് തോന്നുന്നില്ല നിങ്ങളോടൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകാനായിട്ട് 4x4 ഹൈയോ ലോ ഓട്ടോ ഓടിച്ചു ഇല്ല. യു വിൽ ടേക്ക് ഇഫ് യു ഹാവ് എൻ EV ഓഫ് കോഴ്സ് എക്കണോമിക്കലി വൈഫ്, കുട്ടി, അച്ഛൻ, അമ്മ എല്ലാവരെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് റോഡ്. യു ഡോണ്ട് ഹാവ് എനി ഹസാർഡ്സ് ഇൻ ബിറ്റ്വീൻ. ഞങ്ങൾ അതും പറഞ്ഞിരുന്നു, അത് നല്ല വണ്ടിയാണല്ലോ, നമുക്ക് ഇങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ കാരണം റേഞ്ച് ഉള്ളതുകൊണ്ട് അഗൈൻ അതിൽ വരുന്ന റേഞ്ച് ഉണ്ട്. അപ്പോൾ വൈ നോട്ട് നല്ല ഇതുണ്ട്, അതിലൊന്നും നോ പറയുന്നില്ല. ബട്ട് അഗൈൻ ഓഫ് റോഡ് നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഓഫ് റോഡിൽ ഞാൻ കാണുന്ന ഒരു ബാരിയർ അത് ക്ലിയറൻസ് ആണ്. ക്ലിയറൻസ് അല്ലാത്ത ബാരിയർ ആയിട്ടുള്ള ഒരുവിധം സ്ലിപ്പി ടെറൈനിലും മഡിലും ഞാൻ EV എടുത്ത് സ്കിപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹൗ സ്റ്റേബിൾ ദി EVs ആണ്. ഓക്കെ, മഡിൽ സി ഫസ്റ്റ് എലിമെന്റ് ഇറ്റ്സ് യുവർ ടയർ. Second element is what's the torque you are proportionally distributing into the respective of the density of the tire. അല്ലേ? ആ ടോർക്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടോ? അതാണ്, that's a point I'm coming into. Even when you are driving from an IC vehicle നമ്മൾ EVയിലോട്ട് വരുമ്പോൾ EVയിൽ നിങ്ങൾക്ക് ഒട്ടും കൺട്രോൾ ഇല്ല. ഞാൻ ആദ്യം ഓടിച്ച വണ്ടി കോനയായിരുന്നു. ടാറ്റ നെക്സൺ എടുത്തു, MG എടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോനയായിരുന്നു. ഞാൻ വണ്ടി പവർ, എല്ലാ വണ്ടികളും പവർ ഉണ്ട്. ഓക്കെ, MG ആണെന്നുകൊണ്ട് കുറച്ചും കൂടി പവർ ഉണ്ടായിരുന്നേന്ന് തോന്നുന്നു. ഐ എം നോട്ട് കമ്പയറിങ് എനി OEM. ഓക്കെ, ഡസൻ മേക്ക് എനി ഡിഫറൻസ്. നമുക്കിവിടെ പറക്കാനൊന്നല്ല വണ്ടി മേടിക്കുന്നത്, റോഡിലൂടെ ഓടിക്കാനാണ്. കോന ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഞാൻ വണ്ടി റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് തന്നെ ദ വേഴ്സ്റ്റ് പാർട്ട് ഓഫ് ദ ഡ്രൈവിംഗ് ഈസ് ദ ഫ്രണ്ട് വീൽ ഡ്രൈവിംഗ്. സോ ഹാഫ് ഓഫ് യുവർ കൺട്രോൾ ഈസ് ഗോൺ. പിന്നെ അതായത് ഇതിനെ നമ്മൾ 1 ഡിഗ്രി ടേണിംഗ് റേഡിയസിൽ പിടിച്ച് ഇതിൽ ആക്സിലേഷൻ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ടൈമിൽ ബാക്ക് ഈസ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ. ബാക്ക് ഈസ് ഗോയിങ് വെറെവർ ഷി വാണ്ട്, ബൂം, ഓൺലി ഫ്രണ്ട് ഇൻ മൈ ഹാൻഡ്. സോ ബാക്ക് ആരെ വേണമെങ്കിൽ പോയി ഇടിക്കും, നോ കൺട്രോൾ. ഇതിൽ സ്റ്റേബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് കോനയായിരുന്നു. MG വാസ് ഔട്ട് ഓഫ് സ്റ്റേബിൾ. ട്രസ്റ്റ് മീ, ടാറ്റ വാസ് ബും ഔട്ട്. എന്നിട്ട് ഞാൻ പോയെടുത്തത് 3 MG ആണ് ഒറ്റയടിക്ക്. 3 സെറ്റ് SUV ഒരുമിച്ചെടുത്തു, 3 വണ്ടികൾ ഒരുമിച്ചെടുത്തു ഇവിടുന്ന്. ഇതിലേക്ക് നമ്മൾ ആയി വരാൻ ഒരു സമയമെടുത്തു. ട്രസ്റ്റ് മീ, ഇറ്റ് ടുക്സ് മീ എ വൈൽ. എന്നിട്ട് അതിലൂടെ ടാറ്റ ഉപയോഗിച്ചു, അതിൻ്റെ അപ്പുറത്തെ വണ്ടി ഉപയോഗിച്ചു, പല വണ്ടികൾ ഉപയോഗിച്ചു. ഇപ്പം ഞാൻ BYDയുടെ സീലിലെത്തി നോക്കുന്നു. സോ ഞാൻ ആ ഒരു റെവല്യൂഷനിലൂടെ കടന്നുപോയി. ഇപ്പം ഞാൻ ഒരു കോമറ്റ് എടുത്തിട്ടുണ്ട്, MGയുടെ ഒരു കോമറ്റ് എടുത്ത് ചെറുതെടുത്തിട്ടുണ്ട്. ആ ഒരു 100th ഇയർ എഡിഷൻ ഒരു പച്ച കളർ വന്നിട്ടുണ്ട്. ബൈജേട്ടൻ പറയുന്നത് 3 പേർക്ക് കേരളത്തിൽ, പുള്ളി ഇതൊരു 2 പേരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ബൈജി എന്നാരും പിന്നെ ഇതൊരു സിനിമയിലുള്ള ഒരാളും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനെടുത്ത് പറഞ്ഞു, പുള്ളി പറഞ്ഞു 3 പേര് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരു വേറെ രീതിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈ എൻഡിലോട്ട്, അതായത് BYD ഈസ് നോട്ട് സോ എക്സ്പെൻസീവ് കാർ, സീൽ എന്ന് പറയുന്നത്, പക്ഷേ പവർഫുള്ളാണ്. പക്ഷേ അവരുടെ നാട്ടിലാണ് ഇതിൻ്റെ റെവല്യൂഷൻ 20 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്. യു ട്രസ്റ്റ് മീ ഓർ നോട്ട്, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബബിൾ കം റോഡുമായി എങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു, ദാറ്റ്സ് എ വേ ഷീ ബിഹേവ്സ്. വോണ്ട് മൂവ് എ മില്ലി. നിങ്ങൾ എവിടെ വേണമെങ്കിൽ പവർഫുള്ളായി ഉപയോഗിച്ചോളൂ, അതിനെ ബ്രേക്ക് ചെയ്തോളൂ. വണ്ടി നമ്മൾ സാധാരണ ഹെവി വെഹിക്കിൾസ് ഇങ്ങനെ സ്കിഡ് ചെയ്യുന്നല്ലേ കണ്ടിട്ടില്ല, ഇറ്റ് ജസ്റ്റ് ഗോസ് ടു ദ ഗ്രൗണ്ട്, ബും, ലൈക്ക് എ മാഗ്നറ്റിക്. അപ്പോൾ ടെക്നോളജിയിൽ ട്രസ്റ്റ് മീ, ഞാൻ അതിൻ്റെ സ്ലിപ്പറില്ല. ഇപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് കയറിയായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർലോക്കാണ്, ഫുൾ ഇങ്ങനെ നനഞ്ഞ് ഇങ്ങനെ പൂപ്പലായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ 4 വീൽസിലേക്ക് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാരണം ഐ ഹാർഡ്ലി ഡൺ എനിത്തിങ്. I just put it in an auto mode. It's drive itself. Proportionally ഏത് വീലിലേക്ക് ലോഡ് സിമ്പിളായി കയറി മുകളിലെത്തിയതിന് ശേഷം ടേക്ക് ഓവർ ഹാൻഡിലേക്ക് നമുക്ക് അതിൻ്റെ ഇത് കാണിച്ചു, നമ്മൾ ഹാൻഡിലേക്ക് ടേക്ക് ഓവർ. ടെക്നോളജി ഹാസ് ടു ഇംപ്രൊവൈസ്. ഓൺ എ 4 wheel we have the entire control. Here also we do have a control, but we have to adopt it. EVയിലേക്ക് വരുമ്പോൾ സെയിം ലൈക്ക് 4 wheel ഉണ്ടായിട്ട് ഓടിക്കാൻ അറിയാത്ത എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ, ഇല്ലേ? ഇത് വെറുതെ ഇട്ട് ഓടിച്ചിട്ട് കാര്യമില്ല, വണ്ടിയും നാശാവും, നമ്മളും നാശാവും, പിന്നെ അത് സേഫും അല്ല. അതേപോലത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് EV വിൽക്കുന്ന OEMസും ചെയ്യേണ്ടതാണ്. ഇവിടെ പലവർക്കും എങ്ങനെ ചാർജ് ചെയ്യാന്നറിയില്ല. അത് AC ചാർജ് ചെയ്യാൻ എന്ത് സംഭവിക്കും, DC ചാർജ് ചെയ്യാൻ എന്ത് സംഭവിക്കും അറിയാം. ഓടിക്കുന്നതിനും അതുപോലെ തന്നെയുള്ള സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അതേപോലത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്താൽ മാത്രമേ എല്ലാ ടെക്നോളജിയിലേക്കും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഹാർഡ് കോർ ഓഫ് റോഡിങ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ചോദ്യമാണ്. EVകൾ ജനിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ, അല്ലേ? വേറെ പല രാജ്യങ്ങളിലും കുറേ കാലങ്ങളായിട്ട് EVകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ നോക്കിക്കാണുന്നതിന് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഈ കുട്ടികൾ ഓടിക്കുന്ന കാറുകളുണ്ട്, അതിൽ തന്നെ പ്രൊഫഷണൽസ് ഓടിക്കുന്ന കാറുകളുണ്ട്, ബാറ്ററി ഓപ്പറേറ്റഡ് കാറുകൾ.
അതിൽ നല്ല ഉയരം കൂടിയ സസ്പെൻഷനുകൾ, അതിൻ്റെ കോമ്പറ്റീഷൻ യൂറോപ്പിലും ചൈനയിലൊക്കെ നടക്കുന്ന കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് ട്രാക്കും ഉണ്ട്, ഓഫ് റോഡും ഉണ്ട്. പക്ക വീഡിയോ ഗെയിമാണ്. വീഡിയോ ഗെയിം പോലത്തെ ടോയ്സിൻ്റെ ഗെയിമായിട്ട് ചെയ്യുന്നത്. ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള മോട്ടോഴ്സാണ് ഉപയോഗിക്കുന്നത്. അബ്സല്യൂട്ട്ലി റൈറ്റ്. ഞാൻ അതിൻ്റെ വലിയൊരു ക്രേസ് ആയിട്ടുള്ള ആളല്ല. അപ്പോൾ എങ്ങനെ EVകൾ ഭാവിയിൽ ഓഫ് റോഡിലേക്ക് വരും, അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവർ സസ്പെൻഷൻസിലുള്ള മാറ്റങ്ങൾ ഇവർ കൊണ്ടുവന്നേ പറ്റും. അതല്ലാതെ ലോ ഗ്രൗണ്ട് ക്ലിയറൻസിൽ 0 മുതൽ 100 വരെ 5 സെക്കൻഡ് കൊണ്ട് എത്തുമെന്ന് പറയുന്ന വണ്ടി ഓഫ് റോഡിലേക്ക് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. ഇങ്ങനത്തെ പവർഫുള്ളായിട്ടുള്ള വണ്ടികളെ അത്രയും സസ്പെൻഷനിലും കൺട്രോൾഡ് ആയിട്ടുള്ള ടോർക്ക് മാനറിലും കൊണ്ടുവരുമ്പോഴാണ് പിന്നെ അതിന് സ്പെഷ്യൽ ട്രെയിനിങ് ക്ലാസ്സുകളും വേണ്ടി വരും. എന്നാൽ മാത്രമേ EVകൾക്ക് ഓഫ് റോഡിലേക്ക് എത്താൻ കഴിയുള്ളൂ. എത്താൻ കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലോകം അങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത എക്സ്പെർട്ടൈസിങ് എന്നൊക്കെ പറയുന്നത് അതിലായിരിക്കും. നമ്മൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു കോമണായി യോജിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. ഒരു 4 വീലർ എന്ന് പറയുന്ന ടിപ്പിക്കൽ മാനുവൽ 4 വീലർ അതൊരു വികാരമാണ്. നമ്മൾ ഒരു കുതിര വണ്ടിയിലിരിക്കുന്നതും ഒരു കുതിരയെ നമ്മൾ ഓടിക്കുന്നതും തമ്മിലുള്ള അജഗജാന്തരം മാറ്റം അതിലുണ്ട്. കാരണം എൻറ്റയർ കൺട്രോൾ ഓണസ് നമ്മൾക്കെല്ലാം നിമിത്തമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അധികം കാലതാമസമില്ലാതെ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഓഫ് റോഡിലും നമുക്ക് ഇലക്ട്രിക്കൽ മോട്ടോഴ്സ്, ഞാൻ EV എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് ഉപരി ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ വന്നു തുടങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു വിൻറ്റേജ് സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ ആ ടിപ്പിക്കൽ കോർ മാനുവൽ 4 വീൽ എന്ന് പറയുന്നതിനൊക്കെ എന്നും ആൾക്കാരുടെ ഉള്ളിൽ ഭ്രമവും ഇഷ്ടവും കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരു സോഫ്റ്റ് ഓഫ് റോഡിങ്ങിൽ എനിക്ക് മേക്ക് സെൻസ്. പക്ഷേ ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിൽ അങ്ങനെ വരും. പവർ വൈസ് ചിന്തിക്കാനില്ല. അല്ല, ഓഫ് റോഡിങ്ങിൽ ഹാർഡ് ബേസ്ഡ് ഓൺ ദെയർ ബോട്ടത്തിലും സസ്പെൻഷനിലൊക്കെ വരേണ്ട മാറ്റങ്ങളുണ്ട്. അത് വളരെ അധികമല്ലേ. ഇതിൽ ഞാൻ നോക്കി കാണുന്ന ടു മച്ച് ഇലക്ട്രോണിക്സ് വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് ഫെയിലിയേഴ്സ് സാധ്യത കൂടുതലായിരിക്കും. IP ഗ്രേഡുകൾ വളരെ സ്ട്രോങ് ആണ്. ഏതില് EVയിൽ IPs, ഐ മീൻ ദേ ക്യാൻ ഈവൻ ഡ്രൈവ് ഇൻ വാട്ടർ. റീസെൻ്റ്ലി BYD ഒരു വണ്ടി EV, എനിക്ക് തോന്നുന്നു അത് വരാൻ പോകുന്നുണ്ട്. 7 സീറ്ററാണോ 5 സീറ്റർ, ഫഗോ ദ നെയിം. ആ വണ്ടി ഓഫ് റോഡ് ഓടിച്ചു വന്നിട്ട് SUV നേരെ വെള്ളത്തിലാണ് ഓടിക്കുന്നത്, ലൈക്ക് എ ബോട്ട്. അതിന് പ്രത്യേകിച്ച് പ്രൊപ്പൽഷൻ ഒന്നുമില്ല. ഈ വീലുകളുടെ റൊട്ടേഷൻ വീലുകളെ വീണ്ടും എത്രയോ 180 ഡിഗ്രിയോ സംതിങ് ലൈക്ക് 90 ഡിഗ്രി ടേൺ ചെയ്ത് ഓടിച്ച് തിരിച്ച് കയറി പോകുന്ന വീഡിയോ ഞാൻ റീസെൻ്റ്ലി BYD ചൈനയിൽ ഞാൻ കണ്ടിരുന്നു. ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിൽ വരുമ്പോൾ കോമ്പറ്റീഷൻസ് ആണെങ്കിൽ പോലും എന്താണ് അപ്പുറത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആർട്ടിക്കുലേഷൻ ഒക്കെ കണ്ടാലും അറിയാലോ. ഇത്രയും നമ്മുടെ ആ ഒരു സസ്പെൻഷൻ ട്രാവലൊക്കെ ഒരുപാട് കൂടുതലാണ്. ആ ലെവലിലേക്ക് നമുക്കൊരു ഇലക്ട്രിക് വണ്ടിക്ക് എത്രത്തോളം we really have to think about it. I mean ഇതിലൊരു പെട്ടെന്ന് if you ask me a quick question, ഇതിലൊരു of course ഇലക്ട്രിക്കൽ വണ്ടി പവർഫുൾ ആയിരിക്കും. നമ്മൾ ട്രാക്കിൽ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളെ നമുക്ക് ലാഭിക്കാൻ പറ്റും. പല ബാരിയേഴ്സും കയറി വരാൻ പറ്റും. ബട്ട് റിസ്ക് എലിമെന്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ഇവിടെ പെട്രോൾ ലീക്കായ കത്താനൊന്നും പോകുന്നില്ല. കത്തുന്ന സാഹചര്യം നിങ്ങൾക്കൊരു വെറ്റ് സർഫസിലേക്കാണ് വളരെ കുറവാണ് ഒരു IC എഞ്ചിനിൽ. എഞ്ചിൻ തട്ടി എഞ്ചിൻ ഓയിൽ ലീക്കായി വണ്ടി അവിടെ നിന്നു എന്നുള്ളൂ. പക്ഷെ EV എന്ന് പറയുന്നതിലൊരു ബാറ്ററി സ്റ്റോർഡ്, ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഓഫ് ഫയർ ഈസ് ദർ. ഹിറ്റിംഗ് ആണ്, യെസ്. അപ്പോൾ നിങ്ങൾ ഹിറ്റ് ആവാനുള്ള സാധ്യത അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ പീപ്പിൾ ഹാസ് ടു എക്സ്പീരിയൻസ്. അതല്ലേ നമ്മൾ ഇന്നും നോക്കിയയുടെ ഫോണല്ലല്ലോ കൊണ്ടുനടക്കുന്നത്. വൈ വി ആർ മൂവിങ് ഇൻ ടു ദ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഓർ iOSലേക്കൊക്കെ മാറാനുള്ള കാരണം എന്താണെന്ന് വി ലൈക്ക് ടു എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾ എത്ര ഇഫ് ഐ ആം ഓൾസോ പാഷനേറ്റഡ് അബൌട്ട് സംതിങ്, പക്ഷെ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ഓൾസോ ഗോ ആൻഡ് ട്രൈ. ഒരിക്കലും നമ്മൾ ഒരു പുതിയ ടെക്നോളജീനെ ആക്സെപ്റ്റ് ചെയ്യാനോ അതിനൊക്കെ ഒരു ബ്ലൈൻഡ് ഇത് വെക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ബട്ട് അഗൈൻ it should make you feel like you're doing something, you have to feel good about it. അത് എല്ലാ മേഖലയിലും ഞാൻ അത് നോക്കുന്ന ഒരാളുമാണ്. എൻഡ് ഓഫ് ദി ഡേ എന്താ പറയുക, എനിക്ക് ആദ്യം കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് എന്നെ ഒരുപാട് മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഡെയിലി ഉള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്ന ബുദ്ധിമുട്ടുകളോ ഒക്കെ ഞാനത് I don't see it as a problem. But again ഈ പറഞ്ഞ ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. പല ടെക്നോളജീസും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണം, എക്സ്പീരിയൻസസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ കാര്യമുള്ളൂ. അതിൽ കണ്ണടച്ച് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് അതെനിക്ക്. അപ്പം നമ്മളിത് പറഞ്ഞു തുടങ്ങിയ മാതിരി നാട് ഓടുമ്പോൾ നടുവേ ഓടാൻ നമ്മളും പഠിക്കണം അല്ലേ? പക്ഷേ താല്പര്യങ്ങളൊന്നും നിലനിൽക്കുന്നു. ഇൻട്രസ്റ്റ് ഈസ് ദ ഫാക്ടർ. ഒരു ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് എല്ലാ ന്യൂസ് ചാനലുകളും കാണാം, എല്ലാ ന്യൂസുകളും അറിയാം അല്ലേ?
എന്നിരുന്നാലും നമ്മുടെ വീടുകളിൽ ഇന്നും പത്രം വായിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെയാണ് വെഹിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ എന്ന് പറയുന്നത്. ഞാൻ നോക്കിക്കാണുന്നത് കേട്ടോ, താല്പര്യത്തിൻ്റെ ആവശ്യങ്ങൾക്കായി എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മളൊരു സ്ഥലത്തേക്ക് ഡ്രൈവിന് പോവുകയാണോ, അതോ നമ്മൾ ഒരു വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ ഒരു ഡ്രൈവിന് ഓഫ് റോഡിലേക്ക് പോവുകയാണോ, അല്ലെങ്കിൽ ഓഫ് റോഡ് വഴി ട്രാവൽ ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾസ് ആയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണോ പോകുന്നത്. ഇതിനൊക്കെ അടിസ്ഥാനമായിരിക്കും നീഡ് ആൻഡ് പാഷൻ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് എത്രയും പ്രോപ്പർ ഓഫ് റോഡിംഗ് ഉള്ള ഒരു ഇത് EV വന്നിട്ടില്ല. തന്നെ പറയാം. അപ്പോൾ EV ഉണ്ടാക്കുന്ന എല്ലാ കമ്പനികളുടെയും ശ്രദ്ധയ്ക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ EV ഉണ്ടാക്കുന്ന എല്ലാ കമ്പനികളും പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് 4 വീലേഴ്സ് ഉള്ള EVസും കൂടി ഇനി ഞങ്ങൾക്ക് ഓടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് തരണം, റോഡിലേക്ക് കൊണ്ടുവരണം. ഇത് മേടിക്കാനും ഇത് ഓടിക്കാനും റെഡിയായിരിക്കുന്ന ഒരു വലിയ സമൂഹം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് പാഷനെ കൊണ്ടുപോവാം. ഈ പറഞ്ഞ യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോവാം. Correct. That's absolutely right.